Hi everyone, my name is Ebin Matthew Verghese from Guide to Heights, your favorite education consultant. We are actually based in Cochin, Kerala, and we also have an office in Melbourne, Australia. So before I jump into the topics for today, I just want to say the video will be done in two languages. First, we'll have Malayalam, and second, we'll have English. From now on, as per request, I will do important videos or updates in English also, because there's a lot of requests from parents and students asking me to do in English. So I'll try my level best, because every video can't be done. So if you have any topic or any anything you want me to do it in English, let me know, or in Malayalam, just put it in the comment box. I'll do it accordingly. And if you have not subscribed, subscribe the channel, like the video, share it with your friends and family. And let's start today's video. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ജൂലൈ ഇൻടേക്കിൽ പോകുന്ന പിള്ളേർ, അവർക്ക് കുറച്ച് ഡെഫർമെൻറ്റ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, വിഡ്രോവൽ വന്നിട്ടുണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. രണ്ട്, അതായത് ഈ ഇപ്പോൾ ഒരു മാർക്കറ്റിലൊരു സംസാരം ഉണ്ട്, അതായത് ലെവൽ 1 ചെയ്താൽ മതി, ലെവൽ 2 അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഓൾറെഡി ചെയ്തു പോയി, എനിക്ക് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംഭവമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, ഡെഫർമെൻറ്റിനെ പറ്റിയാണ്. ഈ ജൂലൈയിൽ കുറേ പിള്ളേർ കുറേ സബ്ജക്ട്സിന്, കുറേ കോഴ്സസിന് അപ്ലൈ ചെയ്തു, അവർക്ക് ഇതുവരെ വിസ വന്നില്ല. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. ഓക്കെ, സോ സ്റ്റുഡൻസ് ആർ ഗിവൺ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? എല്ലാവർക്കും എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് ഫോർ മേ ബി ഫോർ 10 days or 1 week. എന്നിട്ട് 5th of August, 10th of August, 15th of August പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഇനിയും എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ ചാൻസസ് വളരെ കുറവാണ്. They may not give, or some universities might give. അതുകൊണ്ട് നിങ്ങൾ അത് കിട്ടത്തില്ല എന്ന് തന്നെ ഇരുന്നോട്ടെ. എന്ത് പറ്റും, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദാറ്റ്? അത് കഴിഞ്ഞാൽ സാധാരണ യൂണിവേഴ്സിറ്റി നമ്മളെ അടുത്ത ഇൻടേക്ക് ഏതാണ് അവൈലബിൾ, സെപ്റ്റംബർ ഇൻടേക്ക് ആയിരിക്കും, നവംബർ ആയിരിക്കും, അല്ലെങ്കിൽ ഫെബ്രുവരി ആയിരിക്കത്തുള്ളൂ. ഇപ്പോൾ ചില കോഴ്സസ് സെപ്റ്റംബർ ആൻഡ് നവംബർ ഉണ്ടാവത്തില്ല, ഇനി ഫെബ്രുവരി കാണത്തുള്ളൂ, എസ്പെഷ്യലി നഴ്സിംഗ് കോഴ്സസ് ഒക്കെ. അപ്പം നമുക്ക് ഡെഫർമെൻ്റ് ആണ് സാധാരണ വരിക. ചില യൂണിവേഴ്സിറ്റീസ് അത് വിഡ്രോ ചെയ്യും. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വിസ ആപ്ലിക്കേഷൻ പോലും നമ്മൾ വിഡ്രോ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്താണ് സേഫ് എന്ന് ചോദിച്ചാൽ ഡെഫർമെൻ്റ് ആണ് ഇസ് ഓൾവേസ് സേഫ്. അപ്പോൾ നിങ്ങൾ ഡെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ COE കിട്ടും, അറിയാലോ, കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ് ലെറ്റർ കിട്ടും ഫോർ ഫെബ് ഇൻടേക്ക്, അല്ലെങ്കിൽ സെപ്റ്റംബർ ആയിക്കോട്ടെ, നവംബർ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ നോക്കേണ്ട ഒറ്റ സംഭവമുള്ളൂ, നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണോ അത് ഇൻടാക്റ്റ് ആക്കി വെക്കുക, അങ്ങനെ ചേഞ്ചസ് ഒന്നും വരുത്തരുത്. ആൻഡ് ടുവേർഡ്സ് ദാറ്റ്, ആ ഒരു ഇൻടേക്ക് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജൂലൈ ഒക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒക്കെ കഴിയുന്ന ഒരു സമയത്ത് ഒന്നുകൂടെ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ COE കിട്ടുമ്പം അതൊന്നുകൂടെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇമിഗ്രേഷൻകാർക്ക് അറിയണം, അതായത് ഇപ്പോഴും പൈസ ഇൻടാക്റ്റ് ആണോ എന്ന്. ബിക്കോസ് 3 months പഴക്കമുള്ള ഡോക്യുമെൻറ്റ്സ് ആണല്ലോ അവർ സാധാരണ ചോദിക്കുന്നത്, 3 months ഓൾഡ് അല്ലെങ്കിൽ 6 months ഓൾഡ്. സോ ദേ വോണ്ട് ടു നോ ഇഫ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ആർ ഇൻടാക്ട്. അപ്പം ഇത് ചില ഏജൻസിന് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും, ബട്ട് നമ്മളൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അങ്ങനെയാണ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ സാധാരണ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞില്ലേ 3 months പഴക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 6 months പഴക്കമുള്ള FD ആയിരിക്കണം, അല്ലെങ്കിൽ 8 months ആയിരിക്കണം. അതുപോലെ തന്നെ, ബിക്കോസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ആ ജൂലൈ ഇൻടേക്ക് കഴിഞ്ഞു, ഓഗസ്റ്റ് കഴിഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ആയിരിക്കും. അപ്പോൾ സെപ്റ്റംബറിൽ കഴിഞ്ഞ 3 മാസത്തെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ഇറ്റ് ഈസ് യുവർ ഓൺ റിസ്ക്. അപ്ലോഡ് ചെയ്താൽ ദർ ഇസ് നോ റിസ്ക്, ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് തിങ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിസ വരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ലെവൽ 1 ഒന്നും അങ്ങനെ വലിയ ഇഷ്യൂസ് വരത്തില്ല. ലെവൽ 2 ഡിലേസേ ഞാൻ കാണുന്നുള്ളൂ. റിജക്ഷൻസ് ഒക്കെ വളരെ ചെറിയ കോഴ്സസിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഈ ഇൻടേക്ക് കഴിഞ്ഞ ഇൻടേക്കിനെക്കാട്ടി ഫാർ ബെറ്ററാണ്. ബട്ട് ഈ ഡിലേനെസ് ഇപ്പോഴും ഉണ്ട്. അതിന് മാറുമെന്നൊക്കെ ചോദിച്ചാൽ ഒരു പിടിയില്ല. ഐ ഹാവ് നോ ഐഡിയ, ബിക്കോസ് അവർ ഒരു സൈഡിൽ കൂടെ ഈ എന്താ പറയുന്ന പൊളിറ്റിക്കൽ സംഭവങ്ങൾ കൊണ്ടിരുന്നു, ഒരു സൈഡിൽ കൂടെ എല്ലാം സെറ്റാക്കും, എല്ലാം ശരിയാവും എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ ഇതിൽ ഇവർ എത്ര പൊളിറ്റീഷ്യന്മാർ വന്നാലും കയറിയാലും ഇവർക്കിപ്പോൾ സംഭവം മനസ്സിലായത്, അതായത് ഇവർക്ക് ക്വാളിറ്റി പിള്ളേർ മാത്രം കൺട്രിയിൽ കയറിയാൽ മതി. അപ്പോൾ ക്വാളിറ്റി പിള്ളേർ കയറണമെങ്കിൽ ഇത്രയും ഫിൽറ്റേഴ്സ് വെച്ചാൽ മാത്രമേ ഇവർക്ക് ഇത് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ?
അപ്പോൾ ഓൾവേസ് യുവർ ഫയൽ ഷുഡ് ബി വെരി സ്ട്രോങ്. എല്ലാം ഡോക്യുമെൻറ്റ് ഷുഡ് ബി വെൽ അപ്ഡേറ്റഡ് ആൻഡ് യു ഷുഡ് ഓൾസോ ഹാവ് എ വെരി ഗുഡ് സ്ട്രോങ് SOP അല്ലെങ്കിൽ നിങ്ങളുടെ GS സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽസ്. ഓക്കെ, അപ്പം ഡെഫർമെൻറ്റിൽ തന്നെ പോവുക. ഇഫ് നിങ്ങൾക്ക് വിഡ്രോവൽ വന്നാൽ, ഓക്കെ, അതായത് വിസ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉടനെ പോയി അടുത്ത യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുക. ആ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു, ബട്ട് അതിൽ വിശ്വസിച്ചിരിക്കരുത്. അപ്ലൈ ഫോർ എ ന്യൂ യൂണിവേഴ്സിറ്റി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കാര്യത്തിൽ ആപ്ലിക്കേഷൻ വരുവാണെങ്കിൽ ലെറ്റ് മീ നോ, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ഇറ്റ്. നമുക്ക് അങ്ങനെ പിള്ളേർക്ക് നമ്മളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങനെ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് എ ന്യൂ ആപ്ലിക്കേഷൻ വിത്ത് ദം ആൻഡ് വി ഗിവിംഗ് ദം ദി അഡ്മിഷൻസ്. സോ വിച്ച് ഇസ് ഓൾ ഗുഡ് ടു ഗോ. അപ്പോൾ മേക്ക് ഷുവർ ഡോക്യുമെൻറ്റ്സ് ആർ ഇൻടാക്ട്, എവറിത്തിങ് അഗെയിൻ എല്ലാം സെയിം ഡോക്യുമെൻറ്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ദർ ഇസ് നോ റിപ്പീറ്റേഷൻ ബിക്കോസ് ഓൾറെഡി ഇമിഗ്രേഷൻ റിപ്പോർട്ട് ഉള്ളതാണ്. അതുകൊണ്ട് സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെ വെച്ചാണ് പുതിയ യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഹൗ ഇറ്റ് ഇസ് സേഫ്. എനിക്കറിയാം ദർ ആർ സോ മെനി കുറേ പിള്ളേരുണ്ട് 2023 വെയിറ്റ് ചെയ്യുന്ന വരെ പിള്ളേർ ഉണ്ട് എനിക്കറിയാം. ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് വെയിറ്റിംഗ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലെവൽ 2 യൂണിവേഴ്സിറ്റി സേഫ് ആണോ, ഞാൻ അപ്ലൈ ചെയ്യണോ? ഓക്കെ, ഞാൻ സാധാരണ എല്ലാ വീഡിയോയിലും പ്രൊമോട്ട് ചെയ്യുന്നത് ലെവൽ 1 ആണ്. ബിക്കോസ് അത് എനിക്കറിയാം കുറേ പേർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, എനിക്കറിയാം. ബട്ട് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞാൽ ഇപ്പം കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്ന പിള്ളേർ ലെവൽ 2 പിള്ളേരാണ്. അറിയോ, ലെവൽ 2 യൂണിവേഴ്സിറ്റീസിലെ പിള്ളേരാണ് ഈ ഡിലേ വന്നിരിക്കുന്നത്. ലെവൽ 1 കുറവാണ്, വളരെ കുറവാണ്. മേ ബി ഐ തിങ്ക് 10% ഓഫ് ദ സ്റ്റുഡൻസും ലെവൽ 1 മാത്രമുള്ള വെയിറ്റിംഗ്. അത് ലേറ്റായിട്ട് വിസ അപ്ലൈ ചെയ്ത പിള്ളേരായിരിക്കും, മനസ്സിലായോ? പക്ഷെ അതിന് മുമ്പേ അപ്ലൈ ചെയ്ത പിള്ളേർ 40-45 ഡേയ്സ് വെയിറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ ഓൾറെഡി അവർക്ക് വിസ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ലെവൽ 1 എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് കുറച്ച് ഫീസ് മതി, ഒരു 15-16 lakhs മതി, എനിക്ക് 20 lakhs ഫീസ് വേണ്ട, എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്, എൻ്റെ പ്രോപ്പർ ITRs ഉണ്ട്, അല്ലെങ്കിൽ പേരൻസ് ഗൾഫിലാണെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലുണ്ട്, അക്കാഡമിക്സ് സ്ട്രോങ് ആണ്, 75% അബവ് മാർക്കുണ്ട്, IELTSനും കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ലെവൽ 2 അപ്ലൈ ചെയ്തോ. ദർ ഇസ് നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലെവൽ 3 അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, വി ഹാഡ് സക്സസ് റേറ്റ് ഫോർ ലെവൽ 3. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഓരോ വിസ പ്രോസസ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ ഡോക്യുമെൻറ്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഇഫ് എനിക്ക് ലെവൽ 3 എനിക്ക് അപ്രൂവൽ റേറ്റ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ബിക്കോസ് ലെവൽ 3ൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഫീസും കുറവാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറച്ച് പിള്ളേർക്ക് വിസാസ് വന്നു, അതും ക്രിട്ടിക്കൽ സെക്ടർ കോഴ്സസ്. ഇറ്റ് ഈസ് വെരി അത് ഒരു ലക്ക് ഫാക്ടർ ഉണ്ടെന്നും പറയാം. ബട്ട് എനിക്ക് നല്ല വിസാസ് അപ്രൂവൽസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലെവൽ 2 ആയാലും ലെവൽ 3 ആയാലും നിങ്ങളുടെ പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് റൈറ്റ് ആണോ, യു വിൽ ഗെറ്റ് ഇറ്റ്. ഐ എം ടെല്ലിങ് യു. ഓക്കെ, അപ്പം സോ ടു കൺക്ലൂഡ്, ലെവൽ 2 ഓർ ലെവൽ 3 ഇഫ് യുവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം നല്ലതാണ്, എല്ലാം റൈറ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ വിസ. ഓക്കെ, ബട്ട് ചില കോഴ്സസൊക്കെ 1-2 ലക്ഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ നിങ്ങൾ ലെവൽ 1 കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതാണ് എൻ്റെ ഒരു സജഷൻ. അല്ലാതെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആണ്, എനിക്ക് 2 ലക്ഷം രൂപ കൂടെ സേവ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലെവൽ 2. ബട്ട് ദർ ആർ സം സ്റ്റുഡൻസ്, എനിക്ക് ഞാൻ ലെവൽ 2 അപ്ലൈ ചെയ്തു, അതായത് അവർക്ക് 15 lakhs ആയിരുന്നു പെർ ഇയർ. ഞാൻ സ്കോളർഷിപ്സ് എടുത്ത് കൊടുത്ത് അവർക്ക് 9 lakhs ആക്കി കൊടുത്തു പെർ ഇയർ. എന്നിട്ട് അവർക്ക് വിസ കിട്ടിയവരുണ്ട്. സോ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ എനിക്കറിയാം കുറേ പേര് സ്റ്റിൽ എക്സ്പ്ലോർ ചെയ്യുകയാണ്. പലരുടെ കേസും പല ഡിഫറെൻ്റാണ്. അതായത് എനിക്ക് എല്ലാം ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ബട്ട് ലെവൽ 2 എന്നെ വിളിച്ച് വയ്ക്കുമ്പോൾ ഞാൻ പറയും ലെവൽ 2 പറ്റില്ലെന്ന് പറയും. ബിക്കോസ് എന്തെങ്കിലും ഒരു ചെറിയ ഡോക്യുമെൻ്റ് ആയിരിക്കും അവർ നോക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാം ഉണ്ട് സാറേ എന്ന് പറയും, പക്ഷേ ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ല, അത് പറ്റത്തില്ല, മനസ്സിലായി? അപ്പം ഇറ്റ് ഈസ് നോട്ട് ഹൗ യു തിങ്ക്. അതായത് ഓൾവേസ് തിങ്ക് ഫ്രം ഹൗ ഒരു വിസ ഓഫീസർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ച് വേണം ഫയൽ ചെയ്യാൻ. അതായത് എനിക്ക് ഡോണ്ട് കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് എനിക്ക് എൻ്റെ കയ്യിലെല്ലാം ഉണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു കൺവിൻസ് ദി വിസ ഓഫീസർ ദാറ്റ് യു ഹാവ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ്. സോ അതാണ് മെയിൻ സംഭവം. സോ നിങ്ങൾക്ക് അതാണ് അപ്ഡേറ്റ്. അതുകൊണ്ട് ഡെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെഫർ ചെയ്യുക. ലെവൽ 2 ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഈ 2 ടോപ്പിക്കും ഡെഫർ ചെയ്യാൻ നോക്കുക മാക്സിമം. വിഡ്രോ ചെയ്താൽ എന്ത് ചെയ്യണം, വേറെ യൂണിവേഴ്സിറ്റി കൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനൂടെ ലെവൽ 2 അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എല്ലാം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ
ടിക്ക് ഓഫ് ചെയ്യുക, ചെക്ക് ലിസ്റ്റ് എടുക്കുക, ടിക്ക് ചെയ്യുക, എല്ലാം ഉണ്ടെങ്കിൽ മാത്രം ലെവൽ 2 കൊടുക്കുക. ഇല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കണമെങ്കിൽ ലെവൽ 1 കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് യു ഗോട്ട് ടു ഡു. നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്തെങ്കിലും റിലേഷൻ വേണമെങ്കിൽ ഗീവ് മി എ കോൾ. ഐ എം ഹാപ്പി ടു ഗിവ് യു അഡ്മിഷൻസ്. അല്ലാതെ നിങ്ങൾക്ക് ഡൗട്ട്സ് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതിനകത്ത് കയറുക, ചോദ്യങ്ങൾ അതിനകത്ത് തന്നെ ചോദിക്കുക. ബിക്കോസ് പേഴ്സണൽ നിങ്ങൾ വേറെ ഏജൻറ്റ് എടുത്ത് പോയിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് എന്നോട് ഡോണ്ട് എക്സ്പെക്ട് എ റിപ്ലൈ. കുറേ പിള്ളേർ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് യു പുട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഗ്രൂപ്പ്. നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുമ്പം ഐ ട്രൈ മൈ ലെവൽ. ബിക്കോസ് അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. അതും ഒറ്റ ഒരു ചോദ്യത്തിൽ അത് ഓൾമോസ്റ്റ് 1000 പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഇതെന്താണെന്ന്. ഓക്കെ, സോ അത് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ടു എവരി വൺ ഹൂസ് അപ്ലൈഡ്. എല്ലാവർക്കും വിസ വരട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. This will be the English part. So I don't do it for all the videos, but if you feel the video is helpful and if you want more videos in English, please let me know in the comments so I can work out in that way. Okay, so I'll be talking about 2 topics. Okay, one topic is, should I defer? The second topic is, can I apply for level 2? Everyone is talking about level 1 only. Why is that? Okay, so the first topic was deferment. So many students who applied for July intake who couldn't go on the Feb, some applied for only for July, they have not got their visas yet. There are so many students who are still waiting for the visa. So what happens normally? So when you don't get your visa on time, the universities do tell us to defer the course. Okay, normally the first part they give an extension maybe for 10, 15 or maybe a week or 2 weeks maximum. And after that, they automatically defer. So what do you mean by deferment? Deferment means you are not ready for this intake. We will give you the admission for the next upcoming intake. So it might be November, September or February. So my suggestion is go for the extension. Try to extend the maximum you can. If not possible, normally it is not possible after one extension, you get the deferment for the next available intake. So some might be in September, some might be November, or mostly in February. Okay, so if it's in February, you normally get a new COE, or September or November, whichever intake, you get a new COE, that's confirmation of enrollment document, and normally you update it on the system, right? So what you also have to do is make sure you keep all your documents the same. Means your financial documents. If you have fixed deposits, if you have used that money, don't make any changes. Your loan should be intact. Your saving, everything should be intact. Don't try to make any new changes. You can add more money, which is a natural process. Like you already got some income or something like that. Adding is okay, but don't take, oh, I wanted 1 lakh rupees, so I just pulled out 1 lakh and I'll put it back tomorrow. So don't do that. Don't do that. It might or may not affect you. I'm just telling you, just for your namesake, for the safety purpose, or for the success. Okay, that's what we are looking into, right? So so that is very important. So sometimes some universities do say we will withdraw the course. Okay. So what do you mean by withdrawal? Means you will automatically have to withdraw the visa application and they will give you a new application. The process entirely starts from the beginning for the next available intake. So if it's in February, they'll ask you to reapply from the beginning with all the new documents, everything like that. Upload it again and then do it. Okay. Like you have to submit again. You might have to submit the SOPs. You might have to cover your gap and everything. So it is very important to see all your documents. Make sure you submit all your documents again. So the other part is the university might tell you to withdraw the course. So what happens when you go into withdrawal state? So when you withdraw the course, you'll have to withdraw the visa also. So when you withdraw, and they will give you it is very rare, 50-50 chances that university might give you an admission again. Most of the university does, some don't. I can't name them. It depends on case to case. Okay. So what happens is when you get the new offer letter, it's like from the starting, you got to do everything. You got to submit all the documents that you submitted with the revised dates. Your financials, your savings, or your fixed, or your pay slips, and all this in the revised dates. You just need to submit it, and it should be a bit faster process because it's already done.
And always try to upload the same documents as you did before. Okay, don't try to make any changes. So that's with the withdrawal and the deferment. So try to defer, which is safe, and withdrawal is the last option. Okay, if you're going to the withdrawal stage, please make sure you apply to another university, which is very important. Okay, you never know, the university might give you or not. Try to apply for a new university to take an offer from them, because I know that you're already eligible, but it may not be very sure that they might give you an admission again in the same university. So my suggestion, if to keep it, give it to one more university for safety. Okay, so that's with the deferment and withdrawal. The second topic is level 2 safe to apply? Okay, everyone is saying level 1, level 2 is very hard. No one is going to get visa. All that rumors are happening. See, after this COVID and all these things came up, and there's a lot of changes in the political system as well as in the immigration system of Australia. So a lot of filters came into picture where they are trying to take only good, pure, quality, financially strong students. All right. So so many students, so many universities moved from level 1 to level 2. Okay, which means your assessment of a student gets more tougher. Okay, so if you feel that you have all the documents right, you have good ITR, my parents are financially strong, all the documents are there, I would say you can apply for level 2 universities or level 3 because see, on from my experiences, even we had students for level 3 universities which we got approvals, okay, which we got visa grants. It is because of how we applied for the visa and how strong we told the immigration that this student is genuine, wants to study the course, and their financials are strong. So this is how we showed to the immigration, and we got approvals for level 3, which is more tough than level 2. So level 2 also isn't that tough. You can apply if you have all the documents. It is safe to apply. But if you feel some few documents are not right, it is not meeting the criteria, just push it to level 1, because some courses are the prices doesn't vary much. Example, it might be difference of 3 or 4 lakhs. It doesn't make any difference. So just directly apply to level 1. You can just sit a bit tension free, So that's all with the video. Hope you liked the information. If you have any questions, we have a WhatsApp group. You can use that group. I have put it in the link. If you are looking for admissions, you can call me. I'm happy to give you admissions. But if you want me to answer some questions, I would prefer the group. Okay, the link is there. So thank you so much for listening. If you feel you need more information in English, please let me know, which motivates me to create new videos. So thank you so much for listening. This is Ebin Matthew Varghese.